കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ ദിനങ്ങളിൽ തൻ്റെ വചനത്തിലൂടെ ദൈവം നമുക്ക് തരുന്ന ആലോചന എന്താണ്? ആത്മീയതയിൽ ശ്രദ്ധയുള്ളവരാകുക. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു വചനമാണത്. നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുക. പലപ്പോഴും നമ്മുടെ അശ്രദ്ധയും അലസതയുമാണ് നമ്മുടെ ജീവിതത്തിൽ പകരപ്പെട്ട കൃപ പലപ്പോഴും നഷ്ടപ്പെടുവാനും മങ്ങിപ്പോകുവാനുമുള്ള ഒരു പ്രധാന കാരണം. നമ്മളെല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയുള്ളവരാകാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. ഇതിനോട് ബന്ധപ്പെട്ട് അപ്പോസ്തലനായ പൗലോസ് ദൈവജനത്തെ ഉദ്ബോധിപ്പിക്കുകയാണ്. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. ഈ വചനം ഞാനൊന്ന് വായിക്കാം. നമുക്കൊരുമിച്ച് ഈ തിരുവചനം ശ്രദ്ധിക്കാം. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. വിശുദ്ധ പൗലോസ് എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ശാരീരികമായ പരിശീലനം, നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, കാലത്ത് നമ്മൾ നടക്കുന്നു അല്ലെങ്കിൽ ഓടുന്നു, ശരീരത്തിൽ ബലം കിട്ടാനായിട്ട്, കൂടുതൽ എനർജി ഉണ്ടാവാനായിട്ട്, കൊളസ്ട്രോൾ കളയാനായിട്ട്, ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് പല വിധത്തിലുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യാറുണ്ട്. പൗലോസ് പറയുന്നത് കുറച്ചൊക്കെ പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത എല്ലാ കാര്യത്തിലും വളരെ വിലയുള്ളതാണ്. കാരണം അത് ഈ ലോകത്തിൽ അവസാനിക്കാനുള്ളതല്ല, വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. ആത്മീയതയിൽ നമ്മൾ ശ്രദ്ധയുള്ളവരാകാൻ എന്തുകൊണ്ടാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്? നമുക്കൊരു നിത്യജീവനുണ്ട്. നമ്മുടെ നിത്യജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കർത്താവ് വളരെ കരുതലോടെ നമ്മോട് സംസാരിക്കുകയാണ്. വീണ്ടും വിശുദ്ധ പൗലോസ് കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വചനം. ഈ വചനത്തിൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിച്ചറിയുവിൻ. ഇതൊരു പരിശോധനയുടെ നാളുകളാണ്. നമ്മൾ ആരും ഇതിനെ വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും ശാപത്തിൻ്റെയും ശിക്ഷാവിധിയുടെയും നാളുകളായി കാണേണ്ട കാര്യമില്ല. നമ്മളെ ഒന്ന് പരിശോധിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന അവസരമാണിത്. നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കുവിൻ. നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി, നമ്മുടെ ആത്മീയ ജീവിതം, വിശ്വാസ ജീവിതം നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? നമ്മുടെ വിശുദ്ധ ജീവിതം, കർത്താവിനോടും നമ്മുടെ കുടുംബത്തോടും സമൂഹത്തോടും ഉണ്ടായിരിക്കേണ്ട നമ്മുടെ വിശ്വസ്തത, ദൈവവചനത്തോടുള്ള ബന്ധം, പരസ്പരമുള്ള സ്നേഹം, എവിടെയാണ് കൃപ മങ്ങിപ്പോയത്? ഇതെല്ലാം ഒന്ന് വിശദമായി പരിശോധിക്കുവാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അവസരമാണിത്. ഷുഗറുള്ളവർ നമ്മൾ ഷുഗർ പരിശോധിക്കുന്നുണ്ട്, പ്രഷറുള്ളവർ നമ്മൾ പ്രഷർ പരിശോധിക്കുന്നു, കൊളസ്ട്രോൾ പരിശോധിക്കുന്നു. കർത്താവ് പറയാണ് ഇതെല്ലാം നമ്മൾ നല്ലതാണ് പരിശോധിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ ആത്മീയ കാര്യങ്ങൾ പരിശോധിക്കാൻ മറന്നു പോകരുത്. കാരണം അത് ഏറ്റവും വിലപ്പെട്ടതാണ്. അത് ഈ ലോകത്തിൽ തീരാനുള്ളതല്ല, അത് ജീവിതത്തിന് അപ്പുറമുള്ളതാണ്. കർത്താവിൻ്റെ സുവിശേഷത്തിന് നമുക്ക് നൽകാനുള്ള ഏറ്റവും ശക്തമായ സന്ദേശം എന്താ? നമ്മുടെ ഇവിടെ തിന്നും കുടിച്ചും മതിച്ചും തീരാനുള്ളതല്ല ഈ ജീവിതം. ഈ ജീവിതത്തിനപ്പുറം നമുക്ക് നിത്യമായൊരു ജീവിതമുണ്ട്. ആയതിനാൽ നമ്മൾ നമ്മുടെ ആത്മാവിനെ കുറിച്ചും നിത്യജീവനെ കുറിച്ചും വളരെ ശ്രദ്ധയുള്ളവരാകണമെന്ന് കർത്താവിന് നിർബന്ധമുണ്ട്. ഇന്ന് പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം,
പല കാര്യങ്ങളിൽ നമ്മൾ സീരിയസ് അല്ല, പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ, വചനം വായിച്ച് ധ്യാനിക്കുന്ന കാര്യങ്ങളിൽ, കൗദാശിക കാര്യങ്ങളിൽ, ദൈവിക കാര്യങ്ങളിൽ പലപ്പോഴും നമുക്കൊരു ഗൗരവബോധമില്ല. ഈ തലമുറയുടെ ഒരു വലിയ പ്രതിസന്ധിയാണിത്. ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ കാണുന്നുണ്ട്, സോദോം ഗോമോര പട്ടണത്തിന് മേൽ ദൈവത്തിന് ന്യായവിധി വരാൻ പോവാണ്. ഈ ന്യായവിധിയുടെ സന്ദേശം ലോത്ത് തൻ്റെ പെൺമക്കളെ വിവാഹം കഴിക്കാൻ പോകുന്ന മരുമക്കളെ അറിയിക്കുകയാണ്. ഈ സന്ദേശം അറിയിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു എന്നറിയാം? ഉൽപ്പത്തിയുടെ പുസ്തകം 19:14 വ്യക്തമായി വചനം പറയുന്നുണ്ട്. ലോത്ത് പറഞ്ഞു, മക്കളെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പട്ടണം വിട്ട് പുറത്തു പോവുക. ഈ പട്ടണത്തിന് മേൽ ന്യായവിധി വരാൻ പോവുകയാണ്. എന്നാൽ അവൻ തമാശ പറയുകയാണത്രേ അവർക്ക് തോന്നിയത്. തമാശ പറയുക. പലപ്പോഴും ആത്മീയ കാര്യങ്ങൾ ഇന്ന് അനേകർക്കൊരു തമാശയാണ്. അനുതപിക്കുവാനും മാനസാന്തരപ്പെടുവാനും പാപം വിട്ടുപേക്ഷിക്കുവാനും കർത്താവിലേക്ക് തിരിച്ചു വരുവാനും കൃപയോടെ ജീവിക്കുവാനും വിശുദ്ധീകരണത്തിന് ജീവിതം നയിക്കുവാനും പരസ്പരം വിശ്വസ്തയോടെ വ്യാപരിക്കുവാനുമുള്ള ദൈവിക സന്ദേശങ്ങൾ പലപ്പോഴും പങ്കുവെക്കപ്പെടുമ്പോൾ പലർക്കത് തമാശയായി തോന്നുന്നു. ഈ വിഷയങ്ങളിൽ കർത്താവിൻ്റെ മനസ്സ് കാണുവാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോവുകയാണ്. നോഹയുടെ കാലത്ത് നോഹ തൻ്റെ തലമുറയിൽപ്പെട്ടവരോട് അനുതാപത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. നിങ്ങൾ മാനസാന്തരപ്പെടണം, നമ്മൾ അനുതപിക്കണം, ഇങ്ങനെ പോയാൽ പോരാ, ജീവിതം ക്രമപ്പെടുത്തണം, പാപം വിട്ടുപേക്ഷിക്കണം, ദൈവത്തിലേക്ക് തിരിയണം, നമ്മൾ കർത്താവിനെ വിളിക്കണം. ഈ സന്ദേശങ്ങൾ ആ തലമുറയോട് നോഹ പ്രഘോഷിച്ചപ്പോൾ അവരെന്താ നോഹയെ വിളിച്ചത്? ഇത് മുഴുവട്ടനാണ്, ഇവനെ പ്രാന്താണെന്ന് പറഞ്ഞ് നോഹയെ കളിയാക്കി. കാരണം ദൈവം മുന്നറിയിപ്പ് കൊടുത്തു, ജനത്തിൻ്റെ ദുഷ്ടത അത്രമാത്രം എൻ്റെ മുൻപിൽ വർദ്ധിച്ചിരിക്കുന്നു. ഭൂമിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഓർത്ത് വേദനിച്ചുവെന്ന വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത്. ജലപ്രളയത്തിലൂടെ തൻ്റെ ജനത്തിന് തൻ്റെ സ്നേഹത്തിൻ്റെ താക്കീത് ദൈവം കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നോഹ പെട്ടകം നിർമ്മിക്കുകയാണ്. ജനം നോക്കുമ്പോൾ ജനത്തിന് എന്താ കാണാൻ കഴിയുന്നത്? മുഴുപ്രാന്താണിത്. കാരണം ആ നാളുകളിൽ മഴ എന്താന്ന് ജനത്തിന് അറിയില്ലായിരുന്നു. മൂടൽ മഞ്ഞുകൊണ്ടാണ് ഭൂമിയുടെ പ്രതലത്തെ ദൈവം നനച്ചിരുന്നത്. അവർ മഴ കണ്ടിട്ടില്ല, മഴയെക്കുറിച്ച് അവർക്ക് അറിയില്ല. ഇങ്ങനെയുള്ളൊരു കാലത്താണ് വലിയ പ്രളയമുണ്ടാകുമെന്ന് നോഹ ജനത്തോട് പറയുന്നത്. മുഴുപ്രാന്താണെന്ന് പറഞ്ഞു. നോഹയോടുകൂടെ നോഹയുടെ മക്കളും സുവിശേഷ വേലയിൽ വ്യാപൃതരാവുകയാണ്. അപ്പനെ സഹായിക്കുകയാണ്. അപ്പൻ്റെ വിശ്വാസം തിരിച്ചറിഞ്ഞ മക്കള്, അപ്പൻ്റെ ദൈവത്തെ കണ്ടുമുട്ടിയ മക്കള് തങ്ങൾ അപ്പനോട് ചേർന്ന് ആ പെട്ടകം പണിയുകയാണ്. ഇതെല്ലാം ആ തലമുറ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പനും മക്കളും വട്ടന്മാരാണെന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ്. ആത്മീയ കാര്യങ്ങളിൽ ഒരു ശുഷ്കാന്തിയും ആ തലമുറയ്ക്ക് ഉണ്ടായില്ല. എന്നാൽ എന്താ സംഭവിച്ചത്? നമ്മൾ പാടുന്നില്ലേ, നോഹതൻ ദിനങ്ങൾ ഓർക്കുവിൻ, ലോകത്തിൻ മോഹങ്ങൾ വെടിയുവിൻ, നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. നോഹയിലൂടെ ദൈവം നൽകിയ സന്ദേശങ്ങൾ ആ തലമുറ പുച്ഛിച്ച് തള്ളുകയാണ്. എന്താ സംഭവിച്ചത്? നോഹയിലൂടെ വെളിപ്പെട്ട ആ സന്ദേശങ്ങൾക്ക് ആ തലമുറ ഇരയായി മാറുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമി നോഹയുടെ ദിവസങ്ങൾ പോലെയായിരിക്കും. നോഹയുടെ കാലത്തുള്ള തലമുറയ്ക്ക് സംഭവിച്ചതുപോലെ നമുക്ക് സംഭവിക്കരുത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമി നോഹയുടെ ദിവസങ്ങൾ പോലെയായിരിക്കും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ നാളുകൾ കൂടുതൽ ആത്മീയ കാര്യങ്ങളിൽ
ശ്രദ്ധയുള്ളവരാകാൻ, വചനത്തോടുള്ള ബന്ധത്തിൽ, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ, കുദാശകളുള്ള ബന്ധത്തിൽ, കർത്താവായ ഈശോയോടുള്ള ബന്ധത്തിൽ, പരസ്പരമുള്ള സ്നേഹബന്ധത്തിൽ, വിശ്വാസത്തിലും വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കുന്നതിൽ നമ്മൾ മുന്നേറുന്നവരായിട്ട് മാറണം. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും ക്രമപ്പെടുത്താം. നമ്മൾ വിശുദ്ധ ഭാരത്തിലേക്ക് ഒരുങ്ങുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ ദേവാലയങ്ങളായി മാറുന്ന സമയമാണ്. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് തുറന്നു വരുന്ന ദിനങ്ങളിലെ കുദാശകൾ നമുക്ക് ദേവാലയങ്ങളിൽ പോയി കുദാശകളിൽ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഇപ്പോൾ സാധ്യമല്ല. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന ശുശ്രൂഷകളിലെല്ലാം വളരെ ഉത്സാഹത്തോടെ പങ്കെടുത്ത് ദൈവകൃപ പ്രാപിക്കുവാൻ നമ്മളേവരും ശ്രദ്ധിക്കണം. ദൈവാനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാണ് ദൈവം നമുക്ക് സമ്മാനിക്കുന്നത്. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൂടുതൽ ആത്മീയതയിൽ ശ്രദ്ധയുള്ളവരായി നമുക്കൊരുമിച്ച് മുന്നേറാം. നാളെ ഇതേ ദിവസം നമുക്ക് ഈ സമയത്ത് പരസ്പരം കണ്ടുമുട്ടാം. ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.